ഹരി, എടാ അവിടെ നിൽക്കാൻ. നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടാ അവിടെ നിൽക്കാൻ. ഹരി, എടാ നിന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്. എടാ വേണ്ട, ഞാൻ പറഞ്ഞ അനുസരിക്കില്ലേ നീ? എടാ ഞാൻ പറയുന്നത് കേൾക്കാൻ. ഇനി ഇതേപോലെ ഒരു അവസരം കിട്ടില്ല. ഒരുമിച്ച് തീർത്ത് കളയണം രണ്ടിനെയും. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. വെട്ടിക്കൊല്ലടാ ഈ നായിന്റെ മോനെ. ഹരിയെ പിന്നെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ താൻ അച്ഛനെ കൊന്നോട് പ്രതികാരം ചെയ്യാൻ പേനാക്കത്തിയായിട്ട് ഇറങ്ങിയിരിക്കുക. എന്ത് പ്രതികാരം? കൊന്നു എന്നത് ഹരിയുടെ തോന്നൽ മാത്രമായിരുന്നു. ഞങ്ങളുടെ എല്ലാം ജീവിതം ഇരട്ടിലാക്കിയ ഹരിയുടെ മാത്രം വിശ്വാസം. സത്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ തൃക്കണ്ണ് തുറന്നത് ഈശ്വരൻ തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ കൊന്നുകളഞ്ഞല്ലടാ. 7 വർഷങ്ങൾ പോലീസ്, കോടതി, വില കൊടുത്ത് അനന്തൻ മായ്ച്ചു കളഞ്ഞ തെളിവുകൾ കൊണ്ട് കേസിൽ അവർ ജയിച്ചു. ഇതിനിടയിൽ ഹരിയെ തേടാത്ത സ്ഥലങ്ങളില്ല, തിരയാത്ത മുഖങ്ങളും. ഇനി വെറും 3 മാസം. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഹരിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് എൻ്റെ അച്ഛൻ കാവലിൽ നിന്ന് ഹരിയുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടമാവും. ഹരിയുടെ ഒരു തരി മണ്ണ് പോലും ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ അച്ഛൻ പറഞ്ഞ യോഗ്യതകളുമായി എന്തെങ്കിലും തിരിച്ചെത്തുന്ന ഹരിയേയും കാത്ത് ഒരു പെങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. അവൾക്ക് അവനെ വേണം. എനിക്ക്. നീ പറയുന്നൊക്കെ സത്യമായിരിക്കും, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഹരിയല്ല ഹരീന്ദർ സിംഗ്. അതെ, മലയാളം പറയുമെങ്കിലും അയാളൊരു സിഖുകാരനാണ്. അച്ഛൻ, അമ്മ, 4 സഹോദരിമാർ. ഹരീന്ദ്രനൊരു വലിയ കുടുംബമുണ്ട്. അയാൾ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ആകെ ഒരു കുഴപ്പം, പെങ്ങന്മാരാരെങ്കിലും ഒന്ന് നോക്കിന്ന് പറഞ്ഞാ മതി. वो देख नीतू, पागल किशन खड़ा है वहाँ पे। कितनी सोहनी कुड़ी आ रही है। देखा, अगर आज वो मेरे साथ मस्करी करेगा ना, कसम से मैं वो कुत्ते को जूते से मारूंगी। ओ मेरी चमक छल्लो, किथे चलिए? 1 मिनट जरा गल तो सुन ले। आज तो फैसला करके ही जाना है। तेरी माँ बहन को जाकर बोल, फैसला वो करेंगे। ओए, बहुत चर्बी चढ़ी है। छोड़ मुझे, हाथ छोड़। नहीं छोड़ा तो बहुत इंतजार करा है तूने, नहीं छड़ना। ओए आजा मेरे नाल खेते में। छोड़ना साले। चले।
सुअर के बच्चे ने मेरे बहन पे हाथ उठाने की जरूरत की? मैं हूं, क्या करेगा तू? ബേട്ടാ അയ്യോ എന്റെ മോനിത് എന്തു പറ്റി? കിഷൻ സിംഗിനെ വണ്ടി ഇടിച്ചതാ? വണ്ടി ഇടിച്ചതല്ല, മല്ലു ഇടിച്ചതാ. മനോഹരമായിട്ടുണ്ടല്ലോ. പാവം, ഇന്നത്തെ പണി കിട്ടിയത് ആ കിഷന. അവന്റെ ദേഹത്ത് പഞ്ചറൊട്ടിക്കാൻ പോലും ഒരു പിടി സ്ഥലമില്ല.
മിക്കവാറും അവന്റെ ബാൽ ട്യൂബ് വരെ ഊരിയെടുത്തായിരിക്കും. കട പൂട്ടിയാലോ? പിരിഞ്ഞു പോകില്ലേ? കാല് പിരിയില്ലേന്ന്. അനേ ഇങ്ങോട്ട് വന്നോളൂ. മസിൽ പെരുക്കുന്ന പേടിയുണ്ടോ? ആ കാണുന്ന കാണ്ടാമൃഗാണ് നീ അന്വേഷിക്കുന്ന ഹരീന്ദർ സിംഗ്. പഠിക്കാൻ വിട്ടാ പഠിച്ചിട്ട് വരണം, അല്ലാതെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ നോക്കിയാണ്ടല്ലോ. ഇതുപോലെ കയറി നിരങ്ങും ആങ്ങളമാര്. നന്നാവാൻ വേണ്ടി ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് കരുതിയാ മതി. കേട്ടല്ലോ, ഇതാണ് മല്ലുവിന്റെ ഉപദേശം. നമ്മുടെ നാട്ടിൽ ഇതിനെ പഞ്ഞിക്കിടുക എന്ന് പറയും. തെണ്ടി അവിടെ നോക്കി നിൽപ്പുണ്ട്. അവന്റെ കടയിലേക്ക് നോക്കി വെല്ലുവിളിച്ചേക്ക്. ഇത്തിരി അഹങ്കാരം കൂടുതലാ. ആ തെണ്ടി എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇനി പഴയ ബന്ധവും പറഞ്ഞ ആരെങ്കിലും എന്റെ പെങ്ങന്മാരുടെ പിന്നാലെ വന്നാൽ നിന്നെ തന്നെ ഉദ്ദേശിച്ചത് ചവിട്ടി നടുവൊടിക്കും ഞാൻ. അളിയനായിപ്പോയി. ഇല്ല മുട്ടുകാലി കയറ്റിയാ. ഇപ്പൊ മനസ്സിലായില്ലേ നീ ഉദ്ദേശിക്കുന്ന ഹരിവനല്ലാന്ന്? മനസ്സിലായി. ഞാൻ അന്വേഷിക്കുന്ന ഹരി ഇത് തന്നെയാണ്. നീ ഇതെവിടേക്കാ? വെറുതെ അവന്റെ ചടുക്ക് പിടിക്കല്ലേ. എന്റെ അളിയനായതുകൊണ്ട് പൊക്കി പറയല്ല. മഹാതണ്ടിയാണവൻ. എനിക്ക് കണ്ടേ പറ്റൂ. അനി വേണ്ട, നിക്ക്. പോട്ടടാ, പോയി അന്തസ്സായിട്ട് മരിച്ചിട്ട് വരട്ടെ. ഹരി, ഹരീനെ ഹരീന്ദർ സിംഗ്. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നത് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. सत श्री अकाल। सत श्री अकाल। हरींदर कहाँ है? इतना टाइम हो गया, ढाबा पे नहीं गया अभी तक? ഇന്ന് പിള്ളേരുമായിട്ട് പുറത്തു പോകാനിരിക്കുക, ഡ്രസ് എടുക്കാൻ. ഉത്സവമല്ലേ വരുന്നത്? അത് നന്നായി. പക്ഷെ അവനെ കണ്ണു കെട്ടി വിടണം. ഇല്ലെങ്കിൽ പിള്ളേരെ ആരെങ്കിലും നോക്കും, അവന്റെ സ്വഭാവവും മാറും. അവൻ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഉള്ളില് തീയ. എന്റെ ഉശിര അവന് കിട്ടിയിരിക്കുന്നത്. സസ്രീകൽ ബാബുജി. സസ്രീകൽ ബേട്ട, നീ ഇന്ന് കടയിൽ പോകുന്നില്ലേ? പോണം. അതെങ്ങനെയാ? ടൗണിൽ പോണെന്നും പറഞ്ഞ അവളുമാരെ വളഞ്ഞിരിക്കല്ലേ. പിന്നെ പപ്പൻ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട, കടയിലെ കാര്യങ്ങൾ അവൻ നോക്കിക്കോളൂ. എനിക്കെന്തോ അവൻ അത്ര വിശ്വാസം പോരാ. ഒരു കള്ള ലക്ഷണമുണ്ട്. ബാബുജി പപ്പനെ വിശ്വസിക്കാം, നല്ലവനാ. ഇവരെയൊക്കെ സ്വന്തം പെങ്ങന്മാരെ പോലെ കരുതുന്നേ. ഇന്നലെ തന്നെ നീതുവിനൊരു പ്രശ്നം വന്നപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ?
ശ്വേത എന്ത് കോലമാടിയത്? ഇത്തിരി വൃത്തിയുള്ള എന്തെങ്കിലും ഇട്ടൂടെ നിനക്ക്? ഇതിപ്പോ ട്രെൻഡാ പയ്യ. ഒന്ന് തരിഞ്ഞ ഒരു ട്രെൻഡ്. അമ്മേ ഭയ്യ സമയം പോണു. നന്നായിട്ടൊന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള സമയം കൂടി കിട്ടില്ല. കേറിക്കോ. അമ്മ ഗുളി കഴിക്കണം. ഇന്നലത്തെ പോലെ മറക്കരുത് കേട്ടോ. ശരി മോനെ. നീ കടയിൽ കയറില്ലേ? കേറിട്ടേ പോവുള്ളൂ. ഭയ്യ പേടിക്കണ്ടടി, എല്ലാ കടയിലും കയറി നിറങ്ങാനുള്ള സമയമുണ്ട്. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാൽ അളക്കുമ്പോ ബീഡി വലിക്കരുത്. എന്നാ വീഡിയോ അളക്കുമ്പോ പാല് വലിക്കാം. തറുതല്ല പറയുന്നോടാ. ഈ അവന്റെ അനിയനാണ് നോക്കില്ല, ഒറ്റ ചവിട്ടിച്ചെറി ഞാൻ. എന്റെ അനിയനോ? പിന്നെ എന്റെ അനിയന ഹരി അന്വേഷിച്ച് വന്നല്ലേ, ഒന്നും തരണ്ട. ഈ കിട്ടിയതിനെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതെ, നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോ നമ്മുടെ ചെരുപ്പ് ആരെങ്കിലും എടുത്തിട്ടുണ്ട് പോയാൽ കിട്ടിയ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോരില്ലേ? അങ്ങനെ കരുതിയാ മതി. അതെ. നല്ല അനിയനാ, നീ എടുത്തോ. എന്റെ ഹരി ദേ പോണു. എന്നെ എത്ര നന്നായി. അടുത്ത് എരുമയെ വളയ്ക്കാനുള്ള പരിപാടിയാണല്ലേ? നാണം കെട്ടവൻ. കേറ്റുകളയും. ഇപ്പൊ തലയും കുറിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തൊക്കെയായിരുന്നു മല്ലുവിന്റെ പെങ്ങന്മാര്, എന്റെയും പെങ്ങന്മാര്. അവരാരെങ്കിലും നോക്കിയാൽ കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ടേ പന്നിയെ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോയടാ. അതുകൊണ്ട് അയ്യടാ, ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. ഞങ്ങള് പറഞ്ഞ കാര്യത്തിന് നടപടി ഉണ്ടോന്ന് പറ. ദാ, നിനക്ക് ഇവനെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ ഇല്ലയോ ഇപ്പൊ പറയണം. ഇവനെയാ? ഇവനെ ഞാൻ എന്ത് വിശ്വസിച്ച് അവിടെ കേറ്റും? നീ ഇതുമല്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ എന്റെ പെങ്ങന്മാരില്ലടാ. ഇവനെ ഞാൻ ചവിട്ടിന്ന് എടാ, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവന്റെ കാര്യം ഇപ്പൊ തന്നെ ഞാൻ മല്ലുവിനോട് പറയും. പറയരുത്, പിടിക്കരുത്. എങ്ങനെയെങ്കിലും ഞാൻ ഈ തന്റെ മല്ലുവിന്റെ വീട്ടിൽ കയറ്റാം. അങ്ങനെ വഴിക്ക് വാടാ. എടാ, ഇവൻ പറഞ്ഞ പോലെ അവൻ ഹരിയാണെന്ന് അറിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. ആ മലയാളി മോനെ കുരിച്ചീർത്ത് ഇടിക്കുകയും ചെയ്യാം, അവള് വരെ ഈസി ആയിട്ട് കെട്ടുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രോബ്ലം തീരും. നീ എന്ത് പണി ചെയ്യും? എന്ത് പണിയും ചെയ്യും. ഇവിടെ ഇപ്പൊ പണിന്ന് പറഞ്ഞ കന്നുകാലികളെ നോക്കാനാ ആളെ വേണ്ടത്. ഇവറ്റയൊക്കെ പുല്ല് കൊടുക്കാനും മറ്റും. ഹൈ, നാൽക്കാലികൾ എന്റെ ജീവനാണമ്മേ, എന്റെ സ്വന്തം കൂടപ്പറപ്പുകൾ. അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? ഇവന്റെ അച്ഛൻ ഭയങ്കര കറവക്കാരനല്ലേ? ഇവനും ഇവരുടെ നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? എന്നാലും ഹരീന്ദ്രനോടൊന്ന് ചോദിക്കാതെ എങ്ങനെയാ? ദേ പപ്പനറിയാം, ഇവിടെ ഈ പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് ആണുങ്ങളെ ജോലിക്ക് വെക്കാൻ അവന് ഇഷ്ടമല്ല. എല്ലാവരെയും പപ്പനെ പോലെ വിശ്വസിക്കാൻ പറ്റുമെന്നാ അവൻ ചോദിക്കുന്നേ. ഈ പപ്പനെ പോലെ തന്നെ അമ്മയ്ക്ക് എന്നെയും വിശ്വസിക്കാം. അമ്മ പറഞ്ഞ ഹരീന്ദ്ര സമ്മതിക്കും. എന്റെ അകന്നൊരു ബന്ധുവാ, ഒളിച്ചു പോയ അമ്മായിയുടെ മോൻ. ആ നോക്കട്ടെ. നീ വന്നേ പറയട്ടെ. എടാ, അമ്മ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു തന്നെയാണോ? പക്ഷെ എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാരെ കണ്ടാൽ അറിയാതെ പോലും നീ ഒന്ന് നോക്കി പോരുത്. ഇനി അഥവാ അവരെന്തെങ്കിലും സംസാരിക്കാൻ വന്നാൽ കമാന്നൊരു അക്ഷരം മിണ്ടരുത്. ജപ 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 പൊട്ടനെ പോലെ നിന്നേക്കണം. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനെ പോലെ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഓ, പക്ഷെ മറ്റേ പാട്ട് പാടാലോ. സോനരേ സോനരേ സൊന്നിലാവ് തെളിഞ്ഞില്ലേ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനെന്താ ഭ്രാന്തായ? ചാണകം ചവിട്ടിന്ന് തോന്നുന്നു. അത് ചവിട്ടിക്കോ, മല്ലു ചവിട്ടാൻ നോക്കിയാ മതി. ഇത് കണ്ട, ഇത് മുഴുവൻ ഗോതമ്പോടാ. നീ പണിയെടുത്ത് മരിക്കും മോനെ. പറന്നു നിന്നോണം. അമ്മ എന്താ ഒന്നും പറയാത്തെ? ആരാ എന്താന്നൊക്കെ അറിയാതെ ആരെന്തു വന്ന് ചോദിച്ചാലും സമ്മതിച്ചോളൂ. ഒരുത്തനൊരു ജോലി വേണേ പപ്പനാദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? അവനറിയാൻ നടക്കില്ലെന്ന്.
പണ്ട് ഇതുപോലെ ഒരുത്തിന് ജോലി കൊടുത്തത് അമ്മ മറന്നിട്ടില്ലല്ലോ. കൊടുക്കൻ ഞാൻ അവനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നു. ഇത് അങ്ങനെയല്ലടാ മോനെ, അവനെ കണ്ടാലറിയാം പാവം പയ്യനാ. ഒരു നിവർത്തിയില്ലാത്തോണ്ടല്ലേ മറ്റൊരാളുടെ വീട്ടില് ജോലിക്ക് വരണത്. മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ വയ്യാന്ന് പറയാ, അതും ഒരു മലയാളി. അമ്മ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ഇഷ്ടം പോലെ അയക്കോ. എന്നിട്ട് അവനവിടെ ആ? എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, ദാ നോക്കൂ, ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നമ്മുടെ ഒരിക്കലും നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണമെന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനു മുമ്പ് കിടപ്പുമുറി വരെ എത്തില്ലോടാ. അയ്യോ, ഇത് ഈ കുട്ടിയുടെ കിടപ്പൂറിയ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ, പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചിയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ലു പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞത്. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇപ്പൊ ശരിയാക്കി തരാം. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ച് തരാം. എടാ അനി, നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ, എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്ന് വണ്ടിയോടെ കിടക്കല്ലേ. അതവിടെ ഇട്ട് പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. പതുക്കെ പറ പെണ്ണേ. നിന്നെ കൂട്ടി. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതില് ചാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ.